ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകൾ നോക്കി. ചിലപ്പോൾ അവൻ്റെ കയ്യിൽ ക്യാഷ് കാണും, ചിലപ്പോൾ അവൻ്റെ കയ്യിൽ പേന കാണും, ഇങ്ങനെ നമ്മൾ പറയാറില്ലേ. ചിലപ്പോൾ അവൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ കാണും, ചിലപ്പോൾ അവൻ്റെ കയ്യിൽ പേഴ്സ് കാണും, ചിലപ്പോൾ അവൻ്റെ കയ്യിൽ പുസ്തകം കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ്റെ കയ്യിൽ പുസ്തകം കാണില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്നാലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നോക്കാം കേട്ടോ. എളുപ്പമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അവളുടെ കയ്യിൽ ക്യാഷ് കാണും, ചിലപ്പോൾ കാണും എന്നാണ് കേട്ടോ. ഓക്കെ, ചിലപ്പോൾ കാണും എന്ന് വെച്ചാൽ കാണാനുള്ള സാധ്യതയുണ്ടെന്ന് കേട്ടോ. കൂടുതലും കാണാതിരിക്കാനുള്ള ചാൻസ് വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് മാത്രമേ കാണാനുള്ള ചാൻസ് ഉള്ളൂ അല്ലേ. അപ്പം ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കുന്ന മേ ഹാവ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. മേ ഹാവ് എന്നാണ് യൂസ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ കാണും, കാണുമായിരിക്കും എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് മേ ഹാവ് യൂസ് ചെയ്തിട്ട് പറയാവുന്ന കേട്ടോ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അവളുടെ കയ്യിൽ ക്യാഷ് കാണും. ഇതെങ്ങനെ നമുക്ക് പറയാമെന്നറിയാം. ഓക്കെ, ഷീ അവൾ എന്നാണല്ലോ അല്ലേ. ഷീ മേ ഹാവ് മണി വിത്ത് ഹർ. ഷീ മേ ഹാവ് മണി വിത്ത് ഹർ എന്ന് വെച്ചാൽ ചിലപ്പോൾ അവളുടെ കയ്യിൽ ക്യാഷ് കാണും എന്നായിട്ടോ. സിമ്പിൾ അല്ലേ. ഷീ മേ ഹാവ് എന്നായിട്ടോ. മേ ഹാവ് ചിലപ്പോൾ കാണും എന്നുള്ള സാധ്യതയാണ് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ അവൻ്റെ കയ്യിൽ പേന കാണും. ഇതെങ്ങനെ പറയാം? അവൻ്റെ എന്നാണ് കേട്ടോ. അപ്പം he may have pen with him. He may have pen with him. He may have pen with him എന്ന് വെച്ചാൽ ചിലപ്പോൾ അവൻ്റെ കയ്യിൽ പേന കാണും എന്നാട്ടോ. ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് പറയാനും നമുക്ക് സിമ്പിൾ കേട്ടോ. ഈ മെയിൻ്റെ കൂടെ നമുക്ക് നോട്ട് ആഡ് ചെയ്തിട്ട് പറയാം അല്ലേ. മേ നോട്ട് ഹാവ് എന്ന് വരും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസും കൂടെ ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ്, നാളെ ഡോക്ടർ വരാൻ സാധ്യതയുണ്ട്. നാളെ ഡോക്ടർ വരാൻ സാധ്യതയുണ്ട്. സാധ്യതയാണ് പറയുന്നത്. സോ നമുക്ക് മേ ഹാവ് യൂസ് ചെയ്തിട്ട് പറയാം അല്ലേ. അപ്പം ഇങ്ങനെ പറയാം, ഡോക്ടർ മേ ഹാവ് കം ടുമോറോ. ഡോക്ടർ നാളെ വരാൻ സാധ്യതയുണ്ട്. അപ്പം എന്താ പറഞ്ഞത്? നാളെ ഡോക്ടർ വരാനുള്ള സാധ്യതയുണ്ട്. മേ ഹാവ് സാധ്യതയുണ്ട്. നെക്സ്റ്റ്, അടുത്ത മാസം നമുക്ക് ഇംഗ്ലീഷ് അധ്യാപകൻ്റെ ഒഴിവുണ്ടാകാൻ സാധ്യതയുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ സെൻറ്റൻസ് ആണെന്ന് തോന്നില്ലേ, പക്ഷെ പറയുമ്പോൾ എളുപ്പമാണ് കേട്ടോ. എങ്ങനെ പറഞ്ഞു നോക്കാം? അടുത്ത മാസം, നെക്സ്റ്റ് മന്ത് may have a vacancy. We may have a vacancy. Next month we may have a vacancy. നമുക്കൊരു വേക്കൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് മന്ത് we may have a vacancy for an English teacher. Next month we may have a vacancy for an English teacher. ഒരു ഇംഗ്ലീഷ് ടീച്ചർക്കുള്ള വേക്കൻസി നെക്സ്റ്റ് മന്ത് നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ്, അടുത്ത മാസം നമുക്ക് പരീക്ഷ ഉണ്ടാവാൻ സാധ്യതയില്ല. അടുത്ത മാസം നമുക്ക് പരീക്ഷ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം സാധ്യതയില്ല എന്നാണ് പറഞ്ഞതില്ലേ. സാധ്യതയില്ല എന്ന് പറയാനായിട്ട് മേ നോട്ട് ഹാവ് എന്ന് ചേർക്കാം കേട്ടോ. മേയുടെ കൂടെ നമ്മളൊരു നോട്ട് ആഡ് ചെയ്തിട്ട് വേണം പറയാനായിട്ട് കേട്ടോ. സോ ബാക്കിയൊക്കെ സെയിം ആട്ടോ. അപ്പം എങ്ങനെ പറയാം? അടുത്ത മാസം, നെക്സ്റ്റ് മന്ത് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നല്ലേ പറഞ്ഞത്. നെക്സ്റ്റ് മന്ത് we may not have exam. We may not have exam. അടുത്ത മാസം നമുക്ക് എക്സാം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇനി ചിലപ്പോൾ അവളുടെ കയ്യിൽ പേന കാണില്ല. അവളുടെ കയ്യിൽ പേന ഉണ്ടാവാനുള്ള സാധ്യതയില്ല. എന്ന് പറയാം, ഷീ may not have pen. അല്ലേ, കയ്യിൽ പേന കാണില്ല. ഷീ may not have pen. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ? മേ ഹാവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. മേ നോട്ട് ഹാവ് എന്ന് വെച്ചാൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ലെന്നാണ് കേട്ടോ. അപ്പോൾ മേ ഹാവ്, മേ നോട്ട് ഹാവ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് മസ്റ്റ് ഹാവ് എവിടെ യൂസ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. മസ്റ്റ് ഹാവ് അതുപോലെ തന്നെ മസ്റ്റ് നോട്ട് ഹാവ് എവിടേക്ക് യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ മസ്റ്റ് ഹാവ് എവിടെ യൂസ് ചെയ്യാം? മിക്കവാറും നമുക്ക് പരീക്ഷ ഉണ്ടായിരിക്കണം. മിക്കവാറും അവൻ്റെ കയ്യിൽ ക്യാഷ് കാണും. സെൻറ്റൻസ് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ മിക്കവാറും പരീക്ഷ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മിക്കവാറും ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അവിടെ കൂടുതലും ചാൻസ് ഉണ്ട് അല്ലേ. കൂടുതലും ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ പറയുന്നത് അല്ലേ. അങ്ങനെ കൂടുതൽ ചാൻസ് ഉണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് മസ്റ്റ് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ ചാൻസ് കുറവേ ഉള്ളൂ. അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് മേ ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇനി ചാൻസ് കൂടുതലുണ്ടെന്ന് പറയാനായിട്ട് നമുക്ക് മസ്റ്റ് ഹാവ് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു 90% ഷുവറാണ് അവൻ്റെ കയ്യിലുള്ള സാധനം ഉണ്ടായിരിക്കും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാം മസ്റ്റ് ഹാവ് കേട്ടോ. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മിക്കവാറും നമുക്ക് പരീക്ഷ ഉണ്ടായിരിക്കും. നമുക്ക് വി മസ്റ്റ് ഹാവ് എന്ന് വെച്ചാൽ നമുക്ക് മിക്കവാറും കാണും. നമുക്ക് മിക്കവാറും കാണുകയും നമുക്ക് മിക്കവാറും ഉണ്ടായിരിക്കും എന്ത്? എക്സാം. വി
വി മസ്റ്റ് ഹാവ് എക്സാം എന്നാണ് കേട്ടോ. വി മസ്റ്റ് ഹാവ് എക്സാം. ഇവിടെ എന്താണ് ടുമോറോ എന്നൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. നാളെ നമുക്ക് മിക്കവാറും എക്സാം ഉണ്ടായിരിക്കണം. വി മസ്റ്റ് ഹാവ് എക്സാം ടുമോറോ. ഓക്കെ. ഇനി മിക്കവാറും അവൻ്റെ കയ്യിൽ ക്യാഷ് കാണും. എങ്ങനെ പറയാം? സോറി, ഹി മസ്റ്റ് ഹാവ് മണി. ഹി മസ്റ്റ് ഹാവ് മണി വിത്ത് ഹിം. ഹി മസ്റ്റ് ഹാവ് മണി വിത്ത് ഹിം. മിക്കവാറും അവൻ്റെ കയ്യിൽ ക്യാഷ് കാണും. ഓക്കെ. മിക്കവാറും അവൾക്ക് സംശയം കാണും. മിക്കവാറും അവൾക്ക് സംശയം കാണും. എങ്ങനെ നമുക്ക് പറയാമെന്നറിയോ? ഷീ മസ്റ്റ് ഹാവ് ഡൗട്ട്. മിക്കവാറും അവൾക്കൊരു സംശയം കാണും. ഓക്കെ. ഷീ മസ്റ്റ് ഹാവ് ഡൗട്ട്, അല്ലെങ്കിൽ എന്താണ് എനി ഡൗട്ട് എന്നും ആഡ് ചെയ്യാം. മിക്കവാറും അവൾക്ക് എന്തെങ്കിലും സംശയം കാണും. ഷീ മസ്റ്റ് ഹാവ് എനി ഡൗട്ട്. ഇനി മിക്കവാറും അവൾക്ക് സംശയം കാണില്ല എന്നാട്ടോ. എങ്ങനെ പറയാം നമുക്ക്? മസ്റ്റിൻ്റെ കൂടെ നമ്മളൊരു നോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷീ മസ്റ്റിൻ്റെ ഹാവ് എന്നാണ് പറയാം കേട്ടോ. ഷീ മസ്റ്റ് നോട്ട് ഹാവ് എനി ഡൗട്ട്. മിക്കവാറും അവൾക്ക് സംശയമൊന്നും കാണില്ല. ഈ മസ്റ്റ് നോട്ടിൻ്റെ ഷോർട്ടാണ് മസ്റ്റിൻ്റെ കേട്ടോ. മസ്റ്റിൻ്റെ എന്ന് പറയാം കേട്ടോ. ഷീ മസ്റ്റ് നോട്ട് ഹാവ് എനി ഡൗട്ട്. മിക്കവാറും അവൾക്ക് സംശയം കാണില്ല. അപ്പോൾ മസ്റ്റ് ഹാവ് മിക്കവാറും ഉണ്ടായിരിക്കും, മസ്റ്റിൻ്റെ ഹാവ് മിക്കവാറും ഉണ്ടായിരിക്കില്ല എന്നാണ് കേട്ടോ. ക്ലിയർ ആയോ? നമുക്ക് ഈ മസ്റ്റ് ഹാവ് വേറൊരു കോണ്ടെക്സ്റ്റിലും കൂടെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതെവിടെയാന്ന് വെച്ചാൽ ഉണ്ടാവണം എന്ന് പറയില്ലേ? ഉണ്ടാവണം, ഉണ്ടാവേണ്ടതാണ്, ഉണ്ടാവണം നമ്മൾ പറയില്ലേ? എന്താണ് അങ്ങനെ ഉണ്ടാവണം, അങ്ങനെ ആവണം എന്നൊക്കെ പറയില്ലേ? നിർബന്ധമായിട്ടും അങ്ങനെ ആവണം എന്നൊക്കെ പറയില്ലേ? ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് മസ്റ്റ് ഹാവ് യൂസ് ചെയ്യാം കേട്ടോ. സെൻറ്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. നമുക്ക് നാളെ എക്സാം ഉണ്ടാകണം. ഇവിടെ നമുക്ക് മസ്റ്റ് ഹാവ് യൂസ് ചെയ്യാം കേട്ടോ. We must have exam tomorrow. We must have exam tomorrow. നമുക്ക് നാളെ എക്സാം ഉണ്ടാകണം. ടുമോറോ എന്നുള്ളത് നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരാം കേട്ടോ. ടുമോറോ വി മസ്റ്റ് ഹാവ് എക്സാം എന്ന് നമുക്ക് പറയാം കേട്ടോ. ക്ലിയർ ആയല്ലോ? നമുക്ക് നാളെ എക്സാം ഉണ്ടാകണം. മസ്റ്റ് ഹാവ് ആണ് വെച്ചാൽ നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടാകണം. ഇനി അവൻ ഇംഗ്ലീഷിൽ നല്ല ഒഴുക്കുണ്ടാകണം, അവൻ ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞല്ലേ? അപ്പോൾ ഇങ്ങനെ പറയാം, ഹി മസ്റ്റ് ഹാവ് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്. അവന് ഇംഗ്ലീഷിൽ നല്ല ഒഴുക്കുണ്ടാകണം. ഹി മസ്റ്റ് ഹാവ് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകണം എന്ന് പറയാനായിട്ട് നമുക്ക് മസ്റ്റ് ഹാവ് യൂസ് ചെയ്യാവുന്ന കേട്ടോ. കയ്യിൽ പുസ്തകം ഉണ്ടാവണം, അവൻ്റെ കയ്യിൽ പേന ഉണ്ടാകണം, ഇങ്ങനെ ഉണ്ടാകണം എന്ന് പറയാനായിട്ട് നമുക്ക് മസ്റ്റ് ഹാവ് യൂസ് ചെയ്യാന്നുള്ളത് ഓർത്ത് വെക്കാം. ഇത് ലാസ്റ്റ് ഞാൻ 2 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നിൻ്റെ കയ്യിൽ ചാവി ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ സെൻറ്റൻസ്, അവൻ്റെ കയ്യിൽ ചിലപ്പോൾ ചാവി ഉണ്ടായിരിക്കാം. 2 വ്യത്യസ്തമായ സെൻറ്റൻസുകൾ കേട്ടോ. കേൾക്കുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നും. ഇത് എങ്ങനെ ചെയ്യാം, ഇത് എങ്ങനെ മസ്റ്റ് ഹാവ് ആണോ മേഹാവാണോ യൂസ് ചെയ്തിട്ട് പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യണേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ് ആൻഡ് സീ യു ഓൺ അനദർ വീഡിയോ. Until then, take care. Bye bye.